ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരത്തിൻ്റെ ആഘോഷമാണ്. അന്നാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനം നമ്മൾ ആചരിക്കുന്നത്. അന്ന് തന്നെയാണ് ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ കത്തോലിക്ക വിശ്വാസികളായിരിക്കുന്ന നമ്മൾ ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും. ദൈവമാതാവായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴിയായിട്ട് ധാരാളം ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ മാതൃരാജ്യത്തിനുണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ നമുക്ക് തീവ്രമായിട്ട് പ്രാർത്ഥിക്കാം. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാചരണവും ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളും നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം പുത്തൻ പ്രതീക്ഷകളുടെയും പുത്തൻ തീരുമാനങ്ങളുടെയും പുത്തൻ ഭാവി ദർശനത്തിൻ്റെയും അവസരമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 1949 നവംബർ 26 നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടന സംവിധാനം ചെയ്തപ്പോൾ രാഷ്ട്രപിതാക്കന്മാർ ഇങ്ങനെ അത് സംവിധാനം ചെയ്തു. ഈ നാട്ടിലെ ജീവിക്കുന്ന എല്ലാവർക്കും നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും അനുഭവിക്കാൻ പോരുന്ന രീതിയിലുള്ള ഒരു നാടാകട്ടെ നമ്മുടേത് എന്ന്. എന്നിട്ട് പറഞ്ഞു, നാം ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ആ പ്രഖ്യാപനം ഒരു സ്വപ്നം മാത്രമാകാതെ ഒരു യാഥാർത്ഥ്യമായിട്ട് തീരാനായിട്ട് നമ്മളെല്ലാവരും രാഷ്ട്ര നിർമ്മിതിയിൽ ആത്മാർത്ഥമായിട്ട് പങ്കുചേരണമെന്നുള്ളതാണ് സഭയും ദൈവവും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ നാട്ടിലെല്ലാവരും നീതി അനുഭവിക്കുന്നവരും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരും സമത്വം അനുഭവിക്കുന്നവരും സാഹോദര്യം അനുഭവിക്കുന്നതുമായി തീരട്ടെ. അങ്ങനെയുള്ള ഒരു റിപ്പബ്ലിക്കായിട്ട് ഇന്ത്യ എന്നും വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മതേതരത്വം എന്ന് പറഞ്ഞാൽ, മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ സർവധർമ്മ സമഭാവനയാണ്. എല്ലാ മതത്തിൽപ്പെട്ടവരെയും, അവർ ന്യൂനപക്ഷമാകട്ടെ ഭൂരിപക്ഷമാകട്ടെ, ഇന്ത്യയിലെ പൗരനെന്നുള്ള രീതിയിൽ ഒരുപോലെ നീതിയും സ്വാതന്ത്ര്യവും സമാധാനവും അനുഭവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. പക്ഷേ ചിലപ്പോഴൊക്കെ അനുദിന ജീവിതത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ ചിലർ പീഡിപ്പിക്കപ്പെടുകയും ചിലർ സുഖങ്ങൾ അനുഭവിക്കുകയും ചെയ്ത സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ദുഃഖ സത്യമാണ്. അതിൽ നമുക്ക് അതീതമായിട്ടുള്ള ഒരവസ്ഥാവിശേഷത്തിലേക്ക് നമ്മുടെ നാട് ഉയരാനായിട്ട് വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, നമുക്ക് സഹകരിക്കാം. പൗരധർമ്മമുള്ള ജനങ്ങളായിട്ട് തീരാനായിട്ട് നമുക്ക് കൂടുതൽ പ്രതിബദ്ധതയോടുകൂടെ മുന്നോട്ട് പോകാം. പ്രിയപ്പെട്ടവരെ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഏതവസരത്തിലും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 1950 നവംബർ 1 12 പിയൂസ് മാർപ്പാപ്പ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു, എപ്പോഴും കന്യകയും അമലോത്ഭവയുമായ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ഭൗതിക ജീവിതാനന്തരം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള ആ നിത്യസത്യം ഞാൻ എല്ലാവരോടുമായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയം തൻ്റെ അസ്തിത്വത്തിൻ്റെ ആരംഭം മുതൽ പരിശുദ്ധയായിരുന്നു എന്നുള്ളതാണ് സഭ ഇതുവഴി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്.
കർത്താവിൻ്റെ ദാസി അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വചനമാകുന്ന ദൈവപുത്രനെ തൻ്റെ ശരീരത്തിൽ സ്വീകരിക്കുകയും ലോകരക്ഷകനായിട്ട് നമുക്ക് നൽകുകയും ചെയ്ത പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയമായിക്കൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ മഹത്വപൂർണമായിട്ടുള്ള പൂർത്തീകരണമാകുന്ന ആണ് സ്വർഗാരോഹണ തിരുനാൾ. ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മ ഒറ്റപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് നീങ്ങുകയല്ല ചെയ്യുന്നത്. പരിശുദ്ധ അമ്മ രക്ഷിക്കപ്പെട്ട സഭാസമൂഹത്തിൻ്റെ മുന്നോടിയാണ്, ആദ്യഫലമാണ്. ആത്മശരീരങ്ങളോടെ ദൈവിക മഹത്വത്തിലേക്ക്, സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ട അവൾ നമ്മുടെ എല്ലാവരുടെയും മാതൃകയും മുന്നോടിയുമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും അങ്ങനെയുള്ള സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെടാനുള്ളവരാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ പരിശുദ്ധ അമ്മയുടെ മാതൃക അനുകരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് ജീവിതത്തിൻ്റെ ഏതൊരു നിമിഷത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയമായിക്കൊണ്ട് പ്രത്യുത്തരിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മളും ദൈവിക മഹത്വത്തിലേക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ എടുക്കപ്പെടുമെന്നുള്ള പ്രത്യാശയാണ് സഭ നമുക്ക് നൽകുന്നത്. അതിൻ്റെ മാതൃകയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ സൂചനയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏതൊരവസരത്തിലും പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക നമ്മെ പ്രചോദിപ്പിക്കട്ടെ. എത്ര മഹത്വപൂർണമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ് അവൾ ഇന്ന് ജീവിക്കുന്നത് എങ്കിൽ എത്ര ദുരിതപൂർണമായിരിക്കുന്ന കഷ്ടപ്പാടുകളിലൂടെയാണ് അവൾ കടന്നു പോയത് എന്ന് നമ്മൾ ഓർക്കുക. വെളിപാടിൻ്റെ പുസ്തകത്തിലെ 12-ാം അധ്യായത്തിലെ സ്വർഗീയ അടയാളത്തെപ്പറ്റി പറയുന്നുണ്ട്. സ്വർഗത്തിൽ ഇങ്ങനെ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, നക്ഷത്ര കിരീടമുള്ള അവൾ, ചന്ദ്രനെ പാദപീഠമാക്കിയ അവൾ ഗർഭിണിയായിരുന്നുവെന്നും അവൾ പ്രസവിക്കാൻ പോകുന്ന ശിശുവിനെ കൊല്ലാനായിട്ട് പിശാചെന്ന ആ വലിയ വ്യാളി അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നുവെന്നും പിന്നീട് തുടർന്ന് കാണുന്നു മിഖായേൽ മാലാഖയും അവൻ്റെ ദൂതന്മാരും പിശാചും അവൻ്റെ ദൂതന്മാരും തമ്മിൽ നടക്കുന്ന ആ വലിയ യുദ്ധം. അത് പുരാണങ്ങളിലെ ഒരു യുദ്ധം മാത്രമല്ല, പണ്ട് എന്നോ നടന്നൊരു യുദ്ധം മാത്രമല്ല, എന്നും അനുദിനം നമ്മുടെ ലോകത്തിലെ, നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ്. ദൈവവും പിശാചും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ്. സ്നേഹവും വിദ്വേഷവും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിലെ പരിശുദ്ധ അമ്മയെപ്പോലെ ആരുടെ കൂടെ നിൽക്കാനാണ് നമ്മൾ തയ്യാറാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ദൈവത്തോടൊപ്പം, സ്നേഹത്തോടൊപ്പം, നമ്മയോടൊപ്പം നിൽക്കാനായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മ വലിയ മാതൃക നൽകുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളും ദൈവത്തിൻ്റെ മഹത്വത്തിലെ, സ്വർഗീയ മഹത്വത്തിൽ നാളെ പങ്കുചേരാൻ ഉള്ളവരാണെന്നുള്ള പ്രത്യാശ പ്രത്യേകിച്ച് ഈ ജൂബിലി വർഷത്തിൽ നമുക്കുണ്ടായിരിക്കട്ടെ. നമ്മളെല്ലാവരും പ്രത്യാശയുടെ തീർത്ഥാടകരാണ് എന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കാതുകളിൽ മാത്രമല്ല, ഹൃദയത്തിലും ജീവിതത്തിലും അനുദിനം പ്രതിഫലിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദൈവമാതാവ് ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാൻ കാരണമായത് മറ്റൊന്നുമല്ല, അവളുടെ വിശ്വാസമാണ്. എലിസബത്ത് പറയുന്നു, കർത്താവ് അരുളി ചെയ്ത വചനം നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി എന്ന്. അങ്ങനെ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പരിപൂർണമായിട്ട് വിധേയയാകുകയും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലെ പൂർണ്ണമായിട്ട് പങ്കുചേരുകയും ചെയ്ത അമ്മ തൻ്റെ പുത്രനോടൊപ്പം ദൈവിക മഹത്വത്തിൽ ഇന്ന് പങ്കുചേരുന്നുവെങ്കിൽ അവൾ നമ്മെയും ക്ഷണിക്കുകയാണ്, അവളുടെ മക്കളായ നമ്മളെയും ക്ഷണിക്കുകയാണ്. അതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാനും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പൂർണ്ണമായിട്ട് സഹകരിക്കാനും, അങ്ങനെ പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയുടെ രക്ഷാകര കർമ്മത്തിൽ ഈ ലോകത്തിൽ നമ്മൾ നമ്മെ തന്നെ ബലിവസ്തുക്കളായിട്ട് സമർപ്പിക്കാനും. അവസാനമായിട്ട് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം നമുക്ക് പ്രാർത്ഥനയ്ക്കും പരിചിതനത്തിനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു,
എൻ്റെ ഉള്ളം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ അനുഗ്രഹീത എന്ന് പ്രഖ്യാപിക്കും. എന്തെന്നാൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാമ്മയെപ്പോലെ ഈ സ്തോത്രഗീതം വാക്കുകൾ കൊണ്ട് മാത്രമല്ല, നാവ് കൊണ്ട് മാത്രമല്ല, ജീവിതം കൊണ്ട് ഏറ്റുപാടാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ, ദൈവികമായിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് നമ്മെ തന്നെ ഉയർത്താൻ സാധിക്കുമ്പോൾ നമ്മിലൂടെ നമ്മുടെ ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവരും ആ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് ഇടവരും, തീർച്ചയായിട്ടും ഇടവരും. അങ്ങനെയുള്ള ഒരു പൗരധർമ്മത്തോടുകൂടെ ജീവിക്കുന്ന കത്തോലിക്ക വിശ്വാസികളാകാൻ പരിശുദ്ധ അമ്മ ഈ തിരുനാൾ ദിവസം നമ്മെ ഓരോരുത്തരും ക്ഷണിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഇരട്ടി തിരുനാളിൻ്റെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെയും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും അനുഗ്രഹങ്ങൾ ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.